വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടക്കുന്നുണ്ട്. ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന വിവരമാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് വരുന്നത്. MG പ്രതീഷ് നമുക്ക് ഒപ്പം ചേരുന്നുണ്ട് വിഴിഞ്ഞത്ത് നിന്ന്. പ്രതീഷ്, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അതിശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നു പലയിടങ്ങളിലും. വിഴിഞ്ഞത്തെ സംബന്ധിച്ചുണ്ടായ വലിയൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾ, കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടക്കുന്ന തിരച്ചിലുകളുടെ മണിക്കൂറുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഒടുവിൽ കിട്ടിയ വിവരം. എന്താണ് നിലവിലെ സാഹചര്യം? ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാണോ? ഏതൊക്കെ മേഖലകളിലാണ് മഴ കാര്യമായി ബാധിച്ചിട്ടുള്ളത്? എവിടെയൊക്കെയാണ് ജനജീവിതത്തെ സാരമായി ഈ കാലവർഷം ബാധിച്ചിട്ടുള്ളത്? തിരുവനന്തപുരത്ത് ഏതെങ്കിലും മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ തലസ്ഥാനത്ത്? GK, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ അതിതീവ്ര മഴയാണ് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത്. മലയോര മേഖലകളിലായാലും തീരദേശ മേഖലകളിലായാലും രാവിലെ മുതൽ തന്നെ അതിതീവ്രമായ മഴ തുടരുകയാണ്. തീരദേശ മേഖലകളിൽ വലിയ ദുരിതമാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ മത്സ്യബന്ധനത്തിന് പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കുണ്ട്. പക്ഷേ വിഴിഞ്ഞം തീരത്ത് നിന്ന് ഇന്നലെ 10ഓളം മത്സ്യബന്ധന യാനങ്ങൾ മീൻ പിടിക്കാൻ പോയിരുന്നു. ഇതിൽ പെട്ട ഒരു വള്ളമാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഈ പുല്ലുവിള സ്വദേശികൾ ആയ 5 പേർ സഞ്ചരിച്ചിരുന്ന വള്ളം വലിയ തിരയിൽപ്പെട്ട അപകടത്തിൽപ്പെടുകയായിരുന്നു. തുടർന്ന് 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. 2 പേരെയാണ് ആദ്യഘട്ടത്തിൽ കാണാതായത്. അതിൽ പുല്ലുവിള സ്വദേശിയായ ആന്റണിയുടെ മൃതദേഹം ഈ പൂവാർ ഭാഗത്ത് നിന്ന് കണ്ടെത്തി. ഇനി മറ്റൊരു മത്സ്യത്തൊഴിലാളിയെയാണ് കണ്ടെത്തേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് മത്സ്യത്തൊഴിലാളികൾ അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയാണ് ഈ തിരച്ചിലിനൊക്കെ തന്നെ വെല്ലുവിളിയാകുന്നത്. കോസ്റ്റൽ പോലീസൊക്കെ സമീപ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ കടലിന് ഉൾഭാഗത്തേക്ക് പോകുന്നതിന് തടസ്സമുണ്ട്. അതിശക്തമായ മഴ ഈ ഉൾക്കടലിലും പെയ്യുന്നുണ്ട് എന്നതാണ് കോസ്റ്റൽ പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം. മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൃത്യമായ ഇടവേളകളിൽ നൽകുന്നുണ്ട്. ഈ അടുത്ത 3 ദിവസം കൂടി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നതാണ് കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പായി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ട്. ഈ കഴക്കൂട്ടം ഭാഗത്തും ഒപ്പം ശ്രീകാര്യം ഉൾപ്പെടെയുള്ള ഭാഗത്തും വൻമരങ്ങൾ ഈ കടപുഴകി വീണു. വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ച ഇടങ്ങളുണ്ട്. ഈ വീടുകളുടെ മേൽക്കൂരകളൊക്കെ തന്നെ പലയിടങ്ങളിലും അതിശക്തമായ കാറ്റിൽ പറന്നു പോകുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചുള്ളത്. മാത്രമല്ല ഈ മലയോര മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വൈദ്യുതിയുടേതാണ്. ഇന്നലെ പോയ വൈദ്യുതി ബന്ധം ഇതുവരെയും ഈ മലയോര മേഖലകളിൽ മിക്കയിടത്തും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. KSEB ഇതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഭൂരിഭാഗം ഇടങ്ങളിലും വലിയ കൂറ്റൻ മരങ്ങളാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മേൽ പിഴുതു വീണത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുന്നതിന് ദിവസങ്ങൾ എടുക്കുമെന്നതാണ് KSEBയും അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറച്ച് കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഏറ്റവും പുതിയ അങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. കാരണം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നല്ല മഴയുണ്ടാകും, അത് കഴിഞ്ഞാൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ്. പക്ഷേ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതിയ അറിയിപ്പ് പ്രകാരം 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നേരത്തെ പ്രതീഷ് പറഞ്ഞതുപോലെ റെഡ് അലർട്ട് അല്ല, ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ സാഹചര്യമാണ് തിരുവനന്തപുരത്ത് ഈ കനത്ത മഴയിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മരം വീണുണ്ടായിട്ടുള്ള ഗതാഗത തടസ്സം, അതുപോലെ തന്നെ ആളുകൾ ഒറ്റപ്പെട്ടു പോയ സാഹചര്യം, നദികൾ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം, അങ്ങനെ മലയോര മേഖലകളിലെ ആശങ്കയുടെ മണിക്കൂറുകൾ, ഈ തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടോ തിരുവനന്തപുരത്ത്? ഏതെങ്കിലും ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ടോ പ്രതീഷ്? GK, റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം തിരുവനന്തപുരത്ത് അത്തരത്തിൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ 1500-ലധികം പേരെ ക്യാമ്പുകളിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ കോട്ടയം, വയനാട് ജില്ലകളിലുള്ളവരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഏതെങ്കിലും തരത്തിൽ ദുരന്ത ബാധിത സാധ്യതയുള്ള മേഖലകളുണ്ടെങ്കിൽ അവിടെയുള്ളവർ ഈ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം നിലവിലില്ല എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പറയുന്ന
ശ്രദ്ധിക്കുന്ന കാര്യം. പക്ഷേ ഈ നാശനഷ്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ മരക്കൊമ്പുകളും ഈ മരങ്ങൾ വീണുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും ശക്തമായ കാറ്റും മഴയും തുടരുന്നത് കൊണ്ട് തന്നെ ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തേക്ക് ഇറങ്ങുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. കനത്ത കാറ്റ്, മഴ വലിയ തോതിലുള്ള അപകട സാധ്യത കൊണ്ടുവരുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇനി പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ 8 ജില്ലകളിലാണ് ഇപ്പോൾ പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ്.